സ്റ്റാർട്ടിങ് സമയത്ത് ഞാനും ഒരു പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ ട്രേഡർ ആയിരുന്നു. ലൈക്ക് ലാപ്ടോപ്പ് വർക്കുക, രാവിലെ വരിക, മൊമെന്റമുള്ള സ്റ്റോക്ക് ഏതാ നോക്കുക, ചുമ്മാ ഒരു ട്രേഡ് എടുക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ വൺ തിങ് വാസ് പ്രിറ്റി ക്ലിയർ. അന്ന് ട്രേഡ് എടുക്കുമ്പോഴും ഒരു പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു, ഒരു പ്രോപ്പർ ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു അക്കൗണ്ട് ബ്ലോ ചെയ്യുന്ന പോലെ ഒരു ട്രേഡിൽ ഞാൻ ഇതുവരെ കയറിയില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആക്കുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആയി മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മാത്തമാറ്റിക്കൽ റിസ്ക്കും റിവാർഡ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ വൈപ്പ് ആവില്ല എന്ന് ഒരു ബോധമുണ്ട്. പക്ഷേ റിട്ടേൺ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആൽഫ വേണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്നാണ് നമ്മുടെ ജേർണി തുടങ്ങുന്നത്. അങ്ങനെ ഡിസ്ക്രിപ്ഷണറി ട്രേഡിംഗ് ചെയ്തു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലും മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമായിരിക്കും നമ്മുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്. അഭിനാസിനും ഏകദേശം സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടാവും. അവിടെ നിന്ന് പതിയെയാണ് പിന്നെ ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിലും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഡേറ്റ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, അത് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊരു ജേർണിയിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ട്രേഡ് മാർക്കറ്റിൽ എടുക്കുകയാണെങ്കിൽ അതിനൊരു ഡേറ്റ ബാക്ക്ഡ് ആയ റീസൺ ഉണ്ടാവും, അതിന് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, മാത്തമാറ്റിക്കലി അത് പ്രൂവ്ഡ് ആയിരിക്കും. അല്ലാതെ ഒരു ട്രേഡും മാർക്കറ്റ് ഫ്ലൂട്ടസ് നമ്മൾ പഞ്ച് ചെയ്യാറില്ല. ആൻഡ് ഏത് ട്രേഡ് പഞ്ച് ചെയ്താലും നമ്മൾ ഇമോഷണലി വളരണബിൾ ആവാത്തതിന് കാരണം ബിക്കോസ് വി ഹാവ് എ പെർട്ടിക്കുലർ ഡേറ്റ ടു ഹുക്ക് ഓൺ.